കണിയാമ്പറ്റ പഞ്ചായത്തിലെ 5, 6, 7, 19, 20 വാർഡുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നത് രാജേഷ് ശ്രീനിവാസനാണ്. രാജേഷ്, എന്തായാലും കടുവയെ പിടികൂടാനുള്ള ഒരു ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ പ്രദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിലാണ് ഈ കടുവ ഇങ്ങനൊരു ഭീതി പരത്തുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് രാജേഷ്? രേണുക, 3 ദിവസമായി ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് രാവിലെ 8 മണിയോടെ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ മുത്തങ്ങിൽ നിന്ന് 2 കുങ്കി ആനകളെ ഈ പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന മറ്റൊരു വിവരം. ഈ വിക്രം, ഭരത് എന്നീ 2 കുങ്കി ആനകളാണ് ഈ ദൗത്യത്തിനായി എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ഈ കടുവയുടെ ചലനങ്ങൾ നിരീക്ഷിച്ച് തുടർന്ന് ഈ ദൗത്യം തുടരുക അല്ലെങ്കിൽ പുരോഗമിക്കുക എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ RRT സംഘം എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനായി ഈ ഇന്നലെ കണ്ട പ്രദേശത്തു നിന്നും ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ 100-ലധികം RRT സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന ഒരു വിവരം. ഈ ചിക്കല്ലൂർ വയലിൽ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്ന ദൗത്യത്തിൽ അല്ലെങ്കിൽ കടുവയെ കാട് കയറ്റാനുള്ള ദൗത്യം അത് പരാജയപ്പെട്ടിരുന്നു. ഈ പടക്കം പൊട്ടിച്ചും മറ്റും കാട് കയറ്റാനുള്ള ദൗത്യത്തിന് പിന്നാലെ ഈ കടുവ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് ചലിക്കുന്നതായി കണ്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് വിടാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ 5 വയസ്സ് മാത്രം പ്രായമുള്ള WL112 എന്ന കടുവയാണ് ഈ 3 ദിവസമായി ജനവാസ മേഖലയിൽ ഉള്ളത്. അതേസമയം തന്നെ ഈ പ്രദേശത്ത് ഈ പനമരം, കണിയാമ്പറ്റ പ്രദേശത്തെ വാർഡുകളിൽ ഇപ്പോൾ കളക്ടർ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശം ആണ് നിലവിൽ നൽകിയിട്ടുള്ളത് എന്നതാണ്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പനമരം പഞ്ചായത്തിലെ 6, 7, 8, 9, 14, 15 വാർഡുകളിലും കണിയാമ്പറ്റ പഞ്ചായത്തിലെ 5, 6, 7, 19 എന്നീ വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും 3 ദിവസമായി ഈ പ്രദേശത്ത് തുടരുന്ന ജനവാസ മേഖലയിൽ തുടരുന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം അതിന്ന് 8 മണിയോടെ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കടുവ നിലയുറപ്പിച്ച പ്രദേശത്തിന് ചുറ്റളവിൽ ഇപ്പോൾ RRT സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ഡോക്ടർമാരും മറ്റും ഡോക്ടർമാരെയും ഈ പ്രദേശത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു അനിഷ്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ കടുവ ശക്തമാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു അടിയന്തര ചികിത്സയ്ക്ക് ഭാഗമായാണ് ഇപ്പോൾ ഈ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. എന്നാലും തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ഈ കടുവയുടെ ചലനങ്ങൾ നിരീക്ഷിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ RRT സംഘത്തിന്റെ തീരുമാനം എന്നാണ് ലഭിക്കുന്ന വിവരം. രേണുക, അതുതന്നെയാണ് രാജേഷ്. 5 വയസ്സ് പ്രായമുള്ള WL112 എന്ന കടുവയാണ് ഇപ്പോൾ 3 ദിവസമായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. എന്തായാലും കടുവ ഓടിക്കയറിയതും ജനവാസ മേഖലയിൽ തന്നെയാണ്. എന്തായാലും കടുവയെ തുരത്തി കാടുകയറ്റാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. വിവരങ്ങൾ പങ്കുവച്ചത് രാജേഷ് ശ്രീനിവാസൻ.